നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മാസത്തെ പൂര നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. പൂര നക്ഷത്രം എന്ന് പറയുമ്പോൾ മകവും ഒരു ഉത്തരത്തിക്കാലും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറുകാർക്ക് സർവാഭിഷ്ട സ്ഥാനത്താണ് സർവേശ്വരകാരകനായിരിക്കുന്നത് വ്യാഴം സഞ്ചരിക്കുന്നത്. എന്നാൽ ചന്ദ്ര ലഗ്നത്തിൽ നിൽക്കുന്നത് ചൊവ്വയാണ്, ഘണ്ണകാരകനായിരിക്കുന്ന കേതുവിനോട് യോഗം ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ലഗ്നേ കുജ ക്ഷതതനു എന്ന് പറയുന്ന ഒരു യോഗമുണ്ട്. ശരീരത്തിന് ചതവ് സംഭവിക്കുക, തലവേദന ഉണ്ടാക്കുക, ദേഷ്യം കൂടുക, എടുത്തിയാട്ടം കൂടുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അതുപോലെ തന്നെയാണ് ഘണ്ണകാരകനായിരിക്കുന്ന കേതു ലഗ്നം നിൽക്കുമ്പോൾ വിപരീത സ്വഭാവം. സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ അനുഭവപ്പെടുക, കയ്യോക്കിനോ കാലിനോ എന്തെങ്കിലും തട്ടൽ, മുട്ടൽ, മുറിവ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക. അതേപോലെ തന്നെ 7ാം ഭാവത്തിൽ രാഹുവാണ്. അപ്പോൾ എന്തിനിറങ്ങിയാലും ആദ്യം ഒരു മുടക്കം ഉണ്ടാക്കുക എന്ന് പറയുന്നൊരു സ്വഭാവം രാഹു ചെയ്യും. അടിവയറ് സംബന്ധമായിട്ടുള്ള രോഗാവസ്ഥ പോലെയുള്ള പ്രശ്നങ്ങൾക്കും യോഗമുണ്ട്. പക്ഷേ ദൈവാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് നടക്കാൻ യോഗമുണ്ട്. വലിയ തടസ്സങ്ങളൊന്നും വരാതെ ഇരിക്കാനായിട്ട് ഈ ദൈവാധീനം ഉള്ളത് കൊണ്ട് സാധിക്കുന്നതാണ്. അങ്ങനെ ആണെങ്കിൽ പോലും ലഗ്നാധിപതി ലഗ്നത്തിൻ്റെ 12ൽ നിൽക്കുന്നത് കാരണം കൊണ്ട് ഒരു സ്ഥാനചലനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വീഴ്ച സംഭവിക്കുക, സ്ഥാനചലനം ഉണ്ടാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. നിപുണായോഗമുണ്ട്. നല്ല രീതിയിൽ സംസാരിക്കാനും സംസാരം കൊണ്ട് നേട്ടം ഉണ്ടാകാനും യോഗമുണ്ട്. അതിനോടൊപ്പം തന്നെ നല്ല ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് അത് അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ എടുത്തിയാട്ടം പോലെയുള്ള കാര്യങ്ങൾ പരമാവധി കുറയ്ക്കാനായിട്ട് നോക്കണം. വാഹനയാത്രയൊക്കെ വളരെ ശ്രദ്ധിച്ചു വേണം. കാരണം ലഗ്നേ കുജ ക്ഷതതനു എന്ന് പറയുന്ന ഒരു യോഗം ചെയ്തിട്ടാണ് ചൊവ്വ ലഗ്നത്തിൽ നിൽക്കുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ലഗ്നാൽ അഷ്ടമത്തിലാണ് ശനി. അപ്പോൾ അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി എന്ന് പറയുമ്പോൾ ആ ശനി ശാരീരികമായിട്ട് ഒരു രോഗം മാറിയാൽ അടുത്ത രോഗം എന്ന് പറയുന്ന രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ രോഗങ്ങൾ തന്നുകൊണ്ടിരിക്കും. ദീർഘായുസിനെ തരും അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി. പക്ഷേ അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി ശാരീരികമായിട്ടുള്ള ഓരോ രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ശനീശ്വരന് നീരാഞ്ജന വഴിപാട് കഴിക്കാൻ മടിക്കരുത്. അതേപോലെ തന്നെ നാഗപൂജ ചെയ്യാനായിട്ട് മടിക്കരുത്. ഈ 2 കാര്യങ്ങളും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ലഗ്നത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ ദോഷപരിഹാരമായിട്ട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യണം. ദേവീക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി, നെയ്വിളക്ക് മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്താൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഈ മാസം സാധിക്കും. പ്രത്യേകിച്ചും മാളവ്യ യോഗം ചെയ്ത് ലഗ്നാൽ 10ൽ ശുക്രൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗീതപ്രിയോ രജതക്ത പരിശ്രീ സദ്വസ്രഭൂഷണയുധോ വിഷയോപഭോക്താണ്. എല്ലാ വിഷയസുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത് കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഭൗതികമായിരിക്കുന്ന എല്ലാ സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും. വാഹന ലാഭം പോലെയുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ അലങ്കാര വസ്തുക്കൾ വാങ്ങുക, വീട് മോടി പിടിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുള്ള സമയമാണ്. കലാരംഗത്ത് പ്രവർത്തിയെടുക്കുന്നവർക്ക് കീർത്തി കേൾക്കാനും 4 പേർ അറിയപ്പെടാനും സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടാക്കാനും യോഗമുള്ള സമയമാണ്. അപ്പോൾ അത് കാരണം തൊഴിലിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്. എങ്കിലും ദ്വിദ്വാദശ യോഗം ചെയ്തിട്ട് 2ാം ഭാവാധിപതിയായിരിക്കുന്ന ബുധൻ 12ാം ഭാവത്തിൽ നിൽക്കുകയും 7ൽ രാഹു നിൽക്കുകയും ചെയ്യുന്നത് കാരണം കൊണ്ടും 7ാം ഭാവാധിപതി അഷ്ടമത്തിലേക്ക് പോയതുകൊണ്ടും ദാമ്പത്യ സംബന്ധമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭാര്യയ്ക്ക് എന്തെങ്കിലും രോഗാവസ്ഥയുള്ളത് കാരണം താൽക്കാലികമായിട്ട് അകന്ന് നിൽക്കാൻ ഇടവരികയോ മറ്റ് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയവുമായിട്ട് പരസ്പരം അകന്ന് നിൽക്കാൻ ഇടവരികയൊക്കെ ചെയ്യാനുള്ള സാധ്യതയൊന്നും തള്ളിക്കളയാനായിട്ട് പറ്റില്ല. അതിനൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് യഥാശക്തി വഴിപാട് ചെയ്യാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.